ഹലോ, അതെ, നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ മരിക്കാൻ ഭയങ്കര എളുപ്പം കേട്ടോ, ജീവിച്ച് കാണിക്കാനാണ് പാട്. അതെ, നമ്മുടെ എന്ത് തന്നെ ബുദ്ധിമുട്ട് വന്നാലും എത്ര തന്നെ പ്രതിസന്ധി വന്നാലും നമ്മൾ അത് പിടിച്ചു നിന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ജീവിച്ച് കാണിക്കുക. അതിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല. മരിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ജീവിക്കാനാണ് പാട്. ആ പാട് നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ജീവിക്കുക. എന്ത് തന്നെ പ്രതിസന്ധി വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കുക. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ളൊരു ഭാഗത്തൊരു സത്യം എന്നൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു വെളിച്ചം, ഒരു പ്രസൻസ് എന്താണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരും. അത് ഉറപ്പായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സൂയിസൈഡ് എന്ന ഡിസിഷൻ ആരും അത്ര പെട്ടെന്ന് എടുക്കാണ്ടിരിക്കും കേട്ടോ. കാരണം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ സ്നേഹിക്കുന്നവരെ പറ്റിയിട്ടൊന്ന് നമ്മൾ ചിന്തിക്കാം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ജീവിച്ചു തീർക്കാനുള്ളതാണ്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതെന്താണെന്ന് നമുക്ക് ആർക്കും ഗസ് ചെയ്യാനും പറ്റില്ല. ഇത്രത്തോളം വിഷമിച്ച് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നല്ലൊരു സന്തോഷം ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തെന്നെ വന്നാലും അതിന് ഫേസ് ചെയ്യാൻ പഠിക്കാം കേട്ടോ. ഈ ഞാൻ പറഞ്ഞാൽ അത്ര സ്ട്രോങ് ഒന്നുമില്ല കേട്ടോ. ഒരുപാട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് ഫേസ് ചെയ്ത് വന്നവളാണ്. ആർക്കും വെറുതെ കിടന്നൊന്നും ആർക്കും പറഞ്ഞാൽ പറ്റത്തില്ല. ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശരിയായ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ആരും മരണത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക. പടച്ചു വിളിക്കുമ്പോൾ പോവുക. നമ്മളായിട്ട് അവർ തീരുമാനം എടുക്കാണ്ടിരിക്കുക. കാരണം നമുക്ക് ഇനിയും അങ്ങോട്ടേക്ക് ഒരുപാട് ജീവിച്ചു തീർക്കാനുള്ളതാണ്. പടച്ചു വിളിക്കണ വരെ നമുക്ക് ജീവിക്കണ്ടേ. ആ ജീവിതത്തിൽ ഇന്ന് കരഞ്ഞേന് നാളെ അത്രയേറെ ചിരിക്കാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടാവും. അതെന്താണെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാലും പ്രതീക്ഷ അത് കൈവിടാതെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ആരും മരണത്തെ പറ്റി ആരും ചിന്തിക്കാണ്ടിരിക്കുക. ചിന്തിക്കുന്നതിന് മുമ്പ് മക്കളുണ്ടെങ്കിൽ മക്കളെയും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ശരിയല്ലേ?